അപ്പോൾ ഹലോ ഗൈസ്, നമ്മളിതാ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പരിപാടി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിന്ന് മീൻ ചൂടാൻ പോവാണ് കേട്ടോ. അപ്പം മീൻ ചൂടലിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളിത് കണ്ടോളി. ഞാൻ ഒപ്പം ഇങ്ങനെ കമൻട്രി പറഞ്ഞുതരാം. അപ്പം നമ്മളിത് അവിടെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇല വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മീനടെ വെച്ചിട്ടുണ്ട്. മീൻ ഏതാണെന്ന് അറിയില്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളി. അപ്പോൾ നമ്മൾ 2 മീനടെ വെച്ചിട്ടുണ്ട്. കുറച്ച് വലുതായിക്കോട്ടെ, നമ്മളെടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ കരിമീനോ സ്രാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ മീനൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടിക്ക് കുറച്ച് എണ്ണ തൂവി കൊടുത്തിട്ടുണ്ട്. ഏത് എണ്ണയാണെന്ന് ചോദിക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ അവിടെ ഇലയ്ക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് പൊതിഞ്ഞിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് പൊതിഞ്ഞോളി. നമ്മൾ പൊതിഞ്ഞിട്ട് അതങ്ങോട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കെട്ടിക്കോളി. നമ്മളത് കെട്ടണില്ല. നമ്മൾ കെട്ടാതെ നമ്മൾ പൊതിഞ്ഞിട്ട് അവിടെ ഒരു കുനിപ്പ് പറ്റിയൊരു ഫോൾഡിങ് വെച്ചിട്ട് നമ്മൾ അത് ഉള്ളിക്കടി വെച്ചിട്ടുണ്ട്. അത് ചട്ടിക്കടി വെച്ച് നമ്മൾ കുറച്ചധികം നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. 15-20 മിനിറ്റ് തന്നെ ഒരു സൈഡ് വേവാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതൊക്കെ വെന്ത് കഴിയാം. പക്ഷെ ഓവർ വെക്കരുതിട്ടാ. ഓവർ വെച്ചത് കരിഞ്ഞു പോവും. എന്നിട്ട് നമ്മൾ അതവിടെ അടച്ചു വെച്ച് നമ്മൾ തീ കത്തിക്കാൻ പാടില്ലട്ടാ. തീ കത്തിക്കാൻ പാടില്ല. നമ്മൾ കനലിൽ വേണം വെക്കാൻ. അപ്പം തീ കത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സാധനം പാളിസായി നടത്താം. വേറെ നിങ്ങൾ നോക്കണ്ട, പിന്നെ എടുത്ത് കളഞ്ഞോളി. അപ്പം പിന്നെ നമ്മൾ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് മറിച്ചിട്ടാ. ഇപ്പം നിങ്ങൾ കാണുന്നത് എന്താ വെച്ചാൽ ഞാൻ മറിച്ചിടുമ്പോൾ പാടാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ എടുത്ത് ഇട്ടൊക്കെ മറിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ അത് മറിച്ചിടാൻ അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് മറിച്ചിടാൻ പറയുന്നത് നിങ്ങൾക്ക് നല്ലത്. അല്ലാണ്ട് എനിക്ക് മറിച്ചിടാൻ അറിയാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത്. അപ്പോൾ മറിച്ചിട്ട് വീണ്ടും അടച്ചു വെച്ച് ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം പുട്ടും മീൻകറി കേട്ടാ. നമ്മുടെ പുട്ട് അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ മീൻകറി കൊണ്ട് വേയാണേ. മീൻകറിയും മത്തിയാണ് കേട്ടോ. നമ്മുടെ മത്തി, ചാള, വേറെ എന്തൊക്കെയാ പറയുമോ നിങ്ങളുടെ ഇവിടെ എന്തൊക്കെയാ പറയാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യേ. അപ്പോൾ നമ്മളിത് അവിടെ പുട്ടും മത്തിക്കറിയും വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പെട്ടെന്ന് കഴിച്ചു വന്ന്. ഇനി നമ്മളിതാ നമ്മുടെ മീൻ ഒന്നുകൂടി ഒന്ന് നോക്കിയതാണ്. എന്തായാലും നമുക്കറിയണമല്ലോ. അപ്പോൾ നമ്മൾ എടുത്തിട്ട് ഒന്നുകൂടി നമ്മളൊന്ന് മറിച്ചിട്ടിട്ടാ. അത് മറിച്ചിട്ട് ഓക്കെ നമ്മളങ്ങനെ മറിച്ചിട്ടുണ്ട്. ഇത് ഞാനല്ല മറിച്ചിട്ട്, ഇത് അമ്മയാണ് മറിച്ചിട്ടത്. അതുകൊണ്ടാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് മറിച്ചിട്ടത്. ഞാൻ നേരത്തെ മറിച്ചിട്ട് കണ്ടല്ലോ ഇല്ലേ. അത് ഞാൻ മറിച്ചിടാൻ പെട്ട പാട്. ഇത് അമ്മ മറിച്ചിട്ടതാണ്. അടിപൊളിയായിട്ട് മറിച്ചിട്ട് ചെയ്ത് ഉള്ളു തുറന്നു നോക്കിയപ്പോട്ടുണ്ടോ മോനെ എന്തും മണ്ണയിരുന്ന് സീനയും. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടാ. നല്ല അടിപൊളി മീനാണ്. കാണാൻ സീനാട്ടാ. ഇനി കഴിച്ചൊക്കെ എന്താണാവോ അറിയാം. എന്നാലും കഴിച്ചൊക്കെ എന്തായാലും നമുക്ക് കഴിക്കാം. നമുക്ക് കുറച്ച് ക്ഷമയൊക്കെ വേണമല്ലോ. അപ്പത്തിൻ്റെ അടുത്ത് കഴിക്കാൻ പാടില്ല എന്നാണ്. ഇത് നമ്മളിങ്ങനെ ഇലയിൽ തന്നെ പൊതിഞ്ഞിട്ട് നമ്മളൊരു പാത്രത്തിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ചൂടൊന്നും പോകത്തില്ല കേട്ടാ. അപ്പം നമ്മളിതാ ഉച്ചയായി നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇതാ പാത്രത്തിൽ കിടക്കണ്ടാ. ഓക്കെ, ഇനി അത് നമ്മൾ പാത്രത്തിലാക്കി വെച്ചു. നമ്മുടെ പൂന്തോട്ടത്തിൽ ഒരു മാവ് കിട്ടി, ചെറിയ മാവ്, ഹൈബ്രിഡ് മാവ്. അപ്പം അതിൻ്റെ മേലിൽ നിന്നൊരു മാങ്ങ കിട്ടി. അതാണെന്നുണ്ടെങ്കിലോ കുറച്ച് പുഴു അടിച്ചിരിക്കണം. നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടാവണ മാങ്ങയാണേ. അപ്പം നമുക്കൊന്ന് പൊളിച്ചോക്കള ആഗ്രഹം ഉണ്ടാവൂലേ. അപ്പം നമ്മളത് പൊളിച്ചു നോക്കണ്ട. പൊളിച്ചു നോക്കിയാൽ അതിലൊന്നും ഉണ്ടാവില്ല, തിന്നാനൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ചെറിയ ചിന്ന കഷ്ണം എല്ലാം കിട്ടും. അപ്പം നമ്മളത് പൊളിച്ചു നോക്കി ചെറിയൊരു കഷ്ണം കിട്ടിയിട്ട് കഴിക്കാനായിട്ട്. അപ്പം നമ്മൾ ഫുള്ള് പുഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിക്കരുത്. അപ്പം ആണേ ഇപ്പോൾ നിപ്പൊക്കെയാണ് ഇറങ്ങിയിരിക്കണേ, എടുത്ത് കഴിക്കല്ലേ. പിന്നെ കുറച്ച് നായിൻ്റെ മക്കളെ കണ്ടിട്ട് നമ്മളെ ഓക്കെ. അപ്പം നമ്മളിത് നായിൻ്റെ മക്കൾ ഇങ്ങനെ എറിയാൻ വേണ്ടി പോയപ്പോഴേക്കും അവൻ ഓടിപ്പോയി. എന്താണ് നിങ്ങളിത്? നമ്മളൊരു ഉന്നം പിടിച്ച് വരുമ്പോഴേക്കും ആ സാധനം ഓടിപ്പോന്ന് അവിടെ 2 കിടന്ന് ചുറ്റിക്കളിക്കുന്നേ. അതിനടുത്ത് ഒറ്റ എറിഞ്ഞ് നമ്മളൊരു ചുർണാപ്പി കല്ലെടുത്ത് എറിഞ്ഞ കേട്ടോ. നമുക്ക് പിന്നെ തീരെ ഉന്നില്ലാത്തതുകൊണ്ട് അത് കൊള്ളൊന്നുമില്ല. ആ ഒരു ഉറപ്പ് നമുക്കുണ്ടല്ലോ. നമ്മളിതാ എറിഞ്ഞ് കൊണ്ടൊന്നുമില്ല. അത് ഇതോ ഒഴിക്ക് ഓടിപ്പോയി. അപ്പം നമ്മളിത് വിചാരിച്ച ഒന്നും കൂടി എടുത്തെറിയാന്ന് നോക്കിയപ്പോണ്ടാ സൈഡിൽ കൂടെ ഒരുത്തൻ കയറിയിരുന്ന് അവനെ എടുത്തെറിഞ്ഞ്. പക്ഷെ ഒന്നും കൊണ്ടില്ല. എടാ മോനെ, എന്നിട്ട് വീണ്ടും ഒരെണ്ണത്തിനെ കണ്ട് അതിനെറിയാൻ പോയപ്പോണ്ട്
എറിയാൻ സമ്മതിക്കണ്ടേ? പോയിതാ ഇനി അടുത്ത് 3 ഞാൻ അതിനെ എറിയാൻ നോക്കിയപ്പോൾ അതിനോട് തിരിച്ചു വരുന്നേ. നമ്മളടുത്ത് ഒരൊറ്റ എറിഞ്ഞ്. ഓ അതും കൊണ്ടില്ല നമ്മള്. പക്ഷെ ഒരെണ്ണത്തിന്റെ മേലേക്ക് കൊണ്ടിട്ടാ അത് വീഡിയോയിൽ കിട്ടിയില്ല. അപ്പൊ നിങ്ങൾ കണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ ഒരു മറ്റേ എറിയണ തത്രപ്പാടില്ലേ നമ്മൾ എടുക്കാൻ മറന്ന്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകട്ടാ. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മീൻ പൊള്ളിച്ചത്. അപ്പം നമ്മളിതാ മീൻ പൊള്ളിച്ചതിൻ്റെ ഇലയൊക്കെ എടുത്ത് തുറന്നിട്ടുണ്ട്. ഓ സീൻ സാധനം. അപ്പം ഞാൻ കഴിക്കാൻ പോയിട്ടാ. ആ മോനെ സീൻ സാധനം. അപ്പം നമുക്ക് നാളത്തെ ഒരു വീഡിയോയിൽ കാണാട്ടാ. ശരി.